ഈ രണ്ടാമത്തെ ഊത്തിൽ മഹാനായ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഊതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചു കൊണ്ടുപോയ മുഴുവൻ ആത്മാക്കളും ഈ സൂറെന്ന് പറയുന്ന കാഹളത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഊത്ത്. അപ്പോഴാണ് നമ്മളെ കണീച്ചു പോരുക. മനസ്സിലായില്ല? നമ്മൾ വെറുതെ ഇങ്ങനെ വയലാറിട്ട് പോയിട്ട് കാര്യമില്ല. എന്താ കിട്ടിയ അയാൾ മമ്പാട്ടെന്ന് എന്ത് അയാള് കുറെ സൂറ് കാഹളെന്നൊക്കെ പറഞ്ഞു, നമ്മക്ക് തെത്ത് സൂറ് കാഹളം ഇങ്ങനൊന്നും ആകരുതല്ല. അപ്പൊ സൂറെന്ന് പറയുന്ന കാഹളത്തിൽ നിന്ന് രണ്ടാമത്തെ ഊത്തൂതുമ്പോ അതിന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട മുഴുവൻ ആത്മാക്കളും പുറത്തേക്ക് വരികയാണ്. എന്നിട്ടോ മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ ആത്മാവാണ് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ നിന്ന് ആദ്യമായി പുറത്തേക്ക് വരുന്നത്. ആ ആത്മാവ് റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിലേക്ക് പോയി പ്രവേശിക്കുകയാണ്. ഓ എന്റെ സുഹൃത്തുക്കളെ, ഫൈദാ നുഫിഖ ഫിസ്സൂരി, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആ സൂറെന്ന് പറയുന്ന കാഹളത്തിലേക്ക് ഊതപ്പെടുമ്പോൾ ഖബറിലുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ് വരാൻ വേണ്ടിയാണ് ആ ഊത്തുള്ളത്. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ രണ്ടാമത്തെ ഊത്തോടുകൂടെ ഫതഅതൂന അഫ്വാജാ, എല്ലാ ജനങ്ങളും കൂട്ടം കൂട്ടമായി മഹ്ശറിലേക്ക് കടന്നു വരുമെന്ന് സൂറത്തുൻ നബഇന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും ഖബറിൽ നിന്ന് എണീറ്റ് മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇങ്ങനൊരു ആയത്ത് ഖുർആനിൽ കാണുന്നുവല്ലോ, ആ ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണം എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫതഅതൂന അഫ്വാജ എന്ന ആയത്തിന്റെ വിശകലനം ചോദിക്കുമ്പോ നബി തങ്ങളതാ ഫബക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബല്ലത്തുറാബ്. നബി തങ്ങളെ കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് നബി തങ്ങളെ നിന്നിരുന്ന ഭൂമി പോലും നനയാൻ തുടങ്ങി. നബി തങ്ങളെ കരഞ്ഞതുകൊണ്ട് ഹത്താ ബല്ലത്തുറാബു മിൻ ദുമൂഇ ഐനൈഹി, റസൂലുള്ളാഹി തങ്ങളുടെ കരച്ചിലിന്റെ തൽഫലമായി ഒഴുകി വന്ന കണ്ണുനീര് കൊണ്ട് നബി തങ്ങളെ നിന്നിരുന്ന ഭൂമിയുടെ പരിസരത്തിലുള്ള മണ്ണ് പോലും നനയാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു കരച്ചിലാ നബി തങ്ങളെ കരയുന്നത്. എന്നിട്ടാ സ്വഹാബിയോട് പറഞ്ഞു, ഓ എന്റെ സ്വഹാബാ, ഇദാ കാന യൗമുൽ ഖിയാമ വയൗമുൽ ഹസ്റതി വന്നദാമ യഹ്ശുറുല്ലാഹു ഉമ്മത്തി മിൻ ഖുബൂരിഹിം അല സനതൈ അശറത ഫൗജാ. സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതപ്പെട്ട് ഖബറാളികളായ എന്റെ സമുദായം എണീറ്റ് വല്ല റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളെ വന്നാൽ വയൗമുൽ ഹസ്റതി വന്നദാമ, സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും ദിനരാത്രങ്ങള് പരിശുദ്ധമായ പരിശുദ്ധരായ നബി തങ്ങൾ പറയുകയാണ്, യഹ്ശുറുല്ലാഹു ഉമ്മത്തി മിൻ ഖുബൂരിഹിം അല സനതൈ അശറത ഫൗജാ. എന്റെ സമുദായം 12 രൂപത്തിലാ മഹ്ശറയിലേക്ക് വരിക.